ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ആടുകുഞ്ഞുങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അവരെ രാവിലെ കൂട്ടിൽ നിന്ന് വിടുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അവർ കൂട്ടിൽ നിന്ന് ഇറക്കുകയാണ്. അപ്പോൾ ഒരാൾ കൂട്ടിൽ കയറിടാൻ മടിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ആൾക്ക് ലാസ്റ്റേ നീക്കുള്ളൂ, നീക്കാനൊക്കെ മടിയാണ്. കൊമ്പി എന്നാണ് ആ ആടിൻ്റെ പേര്. ഈ ആടിൻ്റെ പേരാണ് പാണ്ടി. അപ്പോൾ കൊമ്പി അത് പുറത്ത് വന്ന് എത്തി നോക്കിയിട്ട് അകത്തേക്ക് തന്നെ പോണതാട്ടത്. അതിന് കയറ് കഴുത്തിലിടാനും രാവിലെ എണീക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഒരു മടിച്ചിക്കോതയാണ് അവൾ. നമ്മൾ മനുഷ്യന്മാരിൽ ചില ആളുകളൊക്കെ ഉണ്ടാവില്ലേ, നല്ല രീതിക്ക് എല്ലാ ജോലികളും ചെയ്യണ ആൾക്കാരും അതേപോലെ മടിയുള്ള ആൾക്കാരും അങ്ങനെ ഉണ്ടാവില്ലേ. അങ്ങനെ ഇവരൊക്കെ ഇടയിൽ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഇവരുടെ ഇടയിലുണ്ട് കേട്ടോ. മനുഷ്യന്മാരെ പോലെയുള്ള സ്വഭാവമൊക്കെ ഇവർക്കുണ്ട്. അത് നിങ്ങൾക്ക് നമ്മളെ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇവൾ എൻ്റെ അടുത്ത് സ്നേഹം കൂടാൻ വേണ്ടി വന്ന് നിൽക്കണതാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പാണ്ഡ്യാടും നമ്മുടെ കുടുതക്കുട്ടിയൊക്കെ ഇവിടെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. ഞാൻ ഇവർക്കൊക്കെ ഓരോ പേരിട്ടിട്ടാണ് ഇവരെ വിളിക്കാറ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊരു നിഷ്കളങ്കമായിട്ടുള്ളൊരു ആടുംകുട്ടിയാണ്. ഒരു പാവം പിടിച്ചൊരു കുട്ടിയാണത്. അത് നല്ല ഒതുക്കത്തിലൊക്കെ ഉള്ളൊരു നല്ലൊരു കുട്ടിയാണ്. ഇതാണ് നമ്മുടെ കൊമ്പി. ഇവൾ മടിച്ചിയാണ്, എന്നാൽ ഒരു പാവമാണ്. ഇനി നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കും, വിളിച്ചോടത്ത് വരും, അങ്ങനെയൊക്കെ ചെയ്യണ ഒരാളാണ് ഇവൾ. ഇവക്ക് കുട്ടികളെ നല്ല ഇഷ്ടമാണ്. കുട്ടികൾ കരയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെച്ചെങ്കിൽ അവളവിടെ ഉണ്ടെങ്കിൽ അവളൊപ്പം നിന്ന് കരയും. അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താന്നൊക്കെ നിന്ന് ഇങ്ങനെ നോക്കും, അല്ലെങ്കിൽ ഓടി വരും, അങ്ങനെയൊക്കെ ചെയ്യണ ആടാണ് കേട്ടത്. ഇവിടെ ഒരാൾ ഇല കെട്ടിക്കൊടുത്തത് എത്തണില്ല. അപ്പോൾ ഒരാൾ എന്താ ചെയ്യണത്, അതിൻ്റെ ഉമ്മാൻ്റെ മേത്ത് കയറി നിന്നിട്ടാണ് ഇല തിന്നണത്. ഇങ്ങനത്തെ ഒക്കെ ഓരോ വിക്കർസുകൾ ഇവർക്കുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവർ 4 പേരും അവളെ മേലും തല വെച്ച് ഇങ്ങനെ കിടക്കും. അവളെവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ നല്ല രസമാണ് ഇവരെ കളികളൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ അവരെ വെള്ളം കൊടുത്ത് തീറ്റിക്കാൻ വേണ്ടിയിട്ട് തൊടുവ് കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ്. തൊടിയിൽ പുല്ലുള്ളിടത്ത് കൊണ്ടുപോയി കെട്ടുകയാണ്. അപ്പോൾ അവരവിടെ നിന്ന് കഴിച്ചോളും. അവരെ കൂടെ നിൽക്കണം, എന്നാലേ അവർ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ പുല്ല് തിന്നുള്ളൂ. ഇല്ലെങ്കിൽ എന്താ മടിച്ച് അവിടെ നിൽക്കും. നമ്മളൊരു എടുത്ത് അവിടെ നിന്നെങ്കിൽ അവരെന്തെങ്കിലും കഴിക്കത്തുള്ളൂ. അപ്പം ഞാൻ ഓരോരുത്തരായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആടിനെ വിളിച്ച് കൊടുന്ന് കഴിഞ്ഞാൽ അപ്പം പിന്നെ ബാക്കിയുള്ളവർ പോരും. പക്ഷേ അതിൻ്റെ ഇടക്ക് വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ ഓടുന്ന ഒരാളുണ്ട്. ഞാൻ ആൾ ഓടിയിട്ടുണ്ട്, അവനെ പോയി പിടിച്ച് കൊണ്ടുവരണം. അവനെ പിടിക്കാൻ പോവുകയാണ്. ഇതാണത്. ഇവൻ എവിടെ വെച്ചെങ്കിൽ അവിടെ ഉണ്ടാവുക ചെറുത്. അങ്ങനെയാണ് അവരെ കൂട്ട്. അപ്പോൾ ഞാൻ അവനെ പിടിച്ചോടുന്ന് കെട്ടിയിട്ടിട്ടുണ്ട്. ഇനി ചെറിയ ആളെ കെട്ടേണ്ട ആവശ്യമില്ല. അവൾ ഇനി ഇവരൊക്കെ അവിടെ നിന്ന് അവൾ കഴിക്കും. അങ്ങനെയാണ്. ഇയാളാണ് ചെറുത്. ഇതിനെ കെട്ടിയിടേണ്ട ആവശ്യമില്ല. അവരെല്ലാവരും ഉള്ളിടത്ത് നിന്നിട്ട് അവളവിടെ അങ്ങനെ നടന്ന് കഴിക്കും. വേറെ ശല്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരെയും കെട്ടിയിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ തൊടിയിലുള്ളൊരു കിണറാണ്. വേനലായാലും വറ്റാത്തൊരു കിണറാണ് ഇട്ടത്. ഇവിടെയുള്ള ആളുകളൊക്കെ വെള്ളത്തിന് ഈ കിണറൊക്കെയാണ് വരാറ് വേനൽക്കാലത്ത്. ഇത് നമ്മുടെ അപ്പുറത്തുള്ളൊരു തൊടിയാണ്. വലിയൊരു കാട് പോലെ കിടക്കുകയാണ്. ആ തൊടിയിൽ ആൾക്കാരൊന്നുമില്ല, താമസമൊന്നുമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ കാട് പോലെ കിടക്കുകയാണ്. ഇത് കിണർ ഒഴുകി വരുന്ന വെള്ളമാണ്. അപ്പോൾ അപ്പുറത്തുള്ള വീട്ടിലത്തെ കിണർ വേറൊരു വീട്ടുകാരെ തൊടിയിൽ കൂടെയാണ് ഈ ഒഴുകി വരുന്നത്. അവിടെ കിണർ ഒഴുകിയിട്ട് ഇവിടെ ഒരു കുളത്തേക്ക് വന്നിട്ടാണ് ഈ വെള്ളം ചാടുന്നത്. അപ്പോൾ അതിൽ കുറേ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെറുതെ അതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്നങ്ങോട്ട് പോയപ്പോഴത്തേനും ഇവരിവിടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഇതാണ് ഇവരെ അവസ്ഥ. അവരെ കൂടെ നിന്നില്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കൂല. അപ്പോൾ ഞാൻ അപ്പുറത്തൊരു പേരക്കമരമാണിത്. അപ്പോൾ അതുമേ നിറച്ചുണ്ട് കേട്ടോ. അത് എത്തൂല. അപ്പോൾ ഞാൻ എത്തുന്നിടത്ത് ഒന്ന് പഴുത്ത് നിൽക്കുന്നത് പൊട്ടിച്ച് കൊടുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ താറാവ് കുഞ്ഞുങ്ങളും കോഴികളൊക്കെ. പ്ലെയിൻ ഡക്ക്, ബിഗോവ അങ്ങനെയുള്ള ഇനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വയോമി പറഞ്ഞ കോഴിയൊക്കെ ഉണ്ട് ഇതിൽ.
അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരു വലക്കകത്താണ് ആക്കിയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നിന്ന് വിടാറൊന്നുമില്ല, കാരണം ഇവിടെ കുറുക്കന്മാരെ ശല്യമൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ വിട്ട് കഴിഞ്ഞാൽ അവരേറ്റ് പോവുകയാണ് ചെയ്യുക. അപ്പോൾ കുറച്ച് സ്ഥലം അവർക്കായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതാണ് അവരെ പ്ലേസാണിത്. ഇതിൽ തന്നെ എല്ലാ തീറ്റ തിന്നാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊടുന്ന് വെച്ച് കൊടുക്കാറാണ്. അവരവിടെ നിന്ന് കഴിക്കും. പിന്നെ അവിടെ ഒരു പഴയ ഫ്രിഡ്ജ് ഡോറ് മാറ്റിയിട്ട് അവിടെ കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം നിറച്ച് കൊടുക്കാറാണ്. അപ്പോൾ അവർ പോയിട്ട് കുളിക്കും. മഴ ഉള്ള ടൈമിൽ അവർക്ക് കുളിക്കാനൊക്കെ മടിയാണ്. അപ്പോൾ മഴ ഇല്ല, വെയിലൊക്കെ തെറിക്കണ സമയത്ത് ഇവർ അതിൽ പോയിട്ട് കുളിക്കാറാണ്. നമ്മൾ ആ വെള്ളം ഇങ്ങനെ മാറ്റി കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.